കരുത്തരായ മോഹൻ ബഗാനെ അവരുടെ തട്ടകത്തിൽ ഫെബ്രുവരി 14 വൈകിട്ട് 5 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ തങ്ങളുടെ ആദ്യ കിരീടമെന്ന മോഹവുമായി വീണ്ടും ഒരു ISL കൂടി തുടക്കം കുറിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. നിലവിലുള്ള പ്രതിസന്ധിയിൽ ബാക്കിയുള്ള അധിക ക്ലബ്ബുകളും പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സും തട്ടിക്കൂട്ട് സ്ക്വാഡുമായി ഇത്തവണ ഇറങ്ങുമ്പോൾ വിദേശ താരങ്ങളിൽ മുഴുവൻ തുടച്ചു നീക്കി പുതിയ 5 താരങ്ങളെയാണ് കൊണ്ടുവന്നത്. കൂടെ തന്നെ 2 ഇന്ത്യൻ താരങ്ങളെയും കൊണ്ടുവന്നെങ്കിലും അതിന്റെ ഇരട്ടി താരങ്ങൾ ക്ലബ്ബ് വിടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഗോൾ കീപ്പേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്ന നോറ ഫെർണാണ്ടസ് ക്ലബ്ബ് വിട്ടതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ലിസ്റ്റിൽ വീണ്ടും ആശങ്കയിലായിട്ടുണ്ട്. നിലവിൽ ലിസ്റ്റിലുള്ള സച്ചിൻ, ആർഷ് അൻവർ ഷെയ്ഖ്, അൽസാബിത്ത്, ജസീൻ എന്നീ താരങ്ങളിൽ റിസർവ് ടീം ഗോൾ കീപ്പേഴ്സാണ് അൽസാബിത്തും ജസീനും. സോ സച്ചിന് പരിക്കു പറ്റിയാൽ ആർഷ് അൻവർ മാത്രമേ ഓപ്ഷനുള്ളൂ. ഡിഫൻഡേഴ്സ് ലിസ്റ്റിലുള്ള 5 വർഷ കരാറിലുള്ള റൈറ്റ് ബാക്ക് അമീർ അനവാഡയെ മോഹൻ ബഗാന് ഈ സീസണിൽ മാത്രം കൊടുത്ത് റൈറ്റ് ബാക്കിൽ സന്ദീപ് സാറിനെ മെയിനാക്കിയ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ദുരന്ത സീസണിനെ വരവേറ്റിട്ടുണ്ട്. സോ നിലവിൽ ഡിഫൻഡേഴ്സ് ലിസ്റ്റിൽ റിസർവ് ടീമിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത ജഗന്നാഥ് ജയൻ, ബികാഷ് യുംനം, ഹോർമിപ്പാം റോയ്വ, വിദേശ ഡിഫൻഡറായ ഒമർ ബ, സുമിത് ശർമ്മ, നവോച്ച സിംഗ്, ഐബാൻ സഹീഫ്, സന്ദീപ് എന്നീ താരങ്ങളാണ് നിലവിലുള്ളത്. മിഡ്ഫീൽഡേഴ്സ് ലിസ്റ്റിൽ റിസർവ് ടീമിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട എബിൻ ദാസും റൗളിൻ ബോർജസും കൂടെ വിദേശ താരങ്ങളായ മത്തിയാസ് ഹെർണാണ്ടസും മർലോൺ റൂസ് ട്രുജില്ലോയുമാണ് പുതുമുഖങ്ങൾ. കൂടെ വിപിൻ, ഫ്രെഡി, യോഹംബാമിത്തെ, ദാനിഷും ഉണ്ട്. മുന്നിട്ട നിരയിൽ പുതുമുഖ വിദേശ താരങ്ങളായ കെവിൻ യോക്കോ, വിക്ടർ ബർത്തമ്യു, റിസർവിൽ നിന്ന് പ്രൊമോട്ടഡ് ആയിട്ടുള്ള അജിസൽ, സലാഹുദ്ദീൻ അദ്നാൻ, കൂടെ തന്നെ ലാൽട്ടൻ മാവിയ, നിഹാൽ, കോറോ സിംഗ്, ശ്രീകുട്ടൻ എന്നീ താരങ്ങളും ടീമിലുണ്ട്. നിലവിൽ താരങ്ങൾ വരുന്നതിനേക്കാൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവറേജ് ടീമെങ്കിലും ആദ്യ മത്സരം കളിക്കുമ്പോഴേക്ക് ബാക്കി ഉണ്ടാകുമോ എന്നതാണ് സംശയം. താരങ്ങളുടെ സാലറിയാണ് പ്രധാന പ്രശ്നമെന്ന് ക്ലബ്ബ് പറയുമ്പോൾ എന്നാൽ പിന്നെ ആ ക്ലബ്ബ് കൂടെ വിറ്റാ പോരെ എന്നാണ് ആരാധകരും ചോദിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള vs ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.